2021 ആദ്യം പുറത്തിറങ്ങിയ ഷവോമിയുടെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫോൺ തന്നെയാണ് MI 10i. എന്തുകൊണ്ടാണ് MI 10i ഇത്രയും ബെസ്റ്റ് ഫോണാണെന്ന് എല്ലാവരും പറയാനുള്ള കാരണം പ്രൈസ് റേഞ്ച് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു റേഞ്ചിൽ ഒരു 5G ഫോൺ, അതിനോടൊപ്പം 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, അതിനോടൊപ്പം തന്നെ ഒരു സ്നാപ്ഡ്രാഗൺ 750G പ്രോസസ്സറിൽ വരുന്ന ഒരു ഫോൺ ഇല്ല എന്ന് തന്നെയാണ് സത്യം. ചില ബ്രാൻഡുകൾക്ക് 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റേഞ്ചിൽ കിട്ടുന്ന ബെസ്റ്റ് പ്രോസസ്സർ, അതുപോലെ തന്നെയാണ് ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് ഡിസ്പ്ലേ, ബെസ്റ്റ് ബാറ്ററി, റാം, സ്റ്റോറേജ്, ഇത്രയും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ തന്നെയാണ് MI 10i. ഇത് 3 വേരിയൻറ്റുകളിലായിട്ടാണ് എത്തുന്നത്. ആദ്യത്തെ വേരിയൻറ്റ് 6GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും, അതുപോലെ രണ്ടാമത്തെ വേരിയൻ്റ് ആണെങ്കിൽ 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമായിട്ടാണ് ഇതിൻ്റെ മൂന്നാമത്തെ വേരിയൻറ്റും എത്തുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ബാക്ക് പാനൽ നിർമ്മിച്ചിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം മെറ്റാലിക് ഫ്രെയിമുമാണ്. കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇതൊരു നല്ലൊരു സ്ട്രോങ് ഫോണായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് 214 ഗ്രാമാണ്. പിന്നെ നമുക്കിതിൻ്റെ കീ ഫീച്ചേഴ്സിലോട്ട് വരാം. ഇതിന് 3 കീ ആണുള്ളത്. റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ കീ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓളിയം അപ്പ് ഡൗൺ കീയും പിന്നെ ഒരു പവർ ബട്ടണുമാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത്. പവർ ബട്ടൺ ഫ്രെയിമിൽ നിന്ന് തള്ളി നിൽക്കാതെ അല്പം താഴ്ന്നു നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് വ്ളോഗേഴ്സിനൊക്കെ വളരെ നല്ലൊരു അനുഗ്രഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ ജിമ്പൽ പോലുള്ള ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ പവർ ബട്ടൺ ഇങ്ങനെ തള്ളി നിന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രശ്നം ഇതിൽ നല്ല രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇടതുവശത്താണ് ഇതിൻ്റെ സിം ട്രേ വരുന്നത്. ഇതൊരു ഡ്യുവൽ സിം ഹൈബ്രിഡ് ഫോണാണ്. പിന്നെ നമ്മളിതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ 6.67 ഇഞ്ച് IPS പാനലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് ആണ് MI 10i നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ ക്വാഡ് ക്യാമറയാണ്. അതായത് 4 ക്യാമറയാണ് ഇതിൻ്റെ റിയർ ക്യാമറ വരുന്നത്. അതായത് ബാക്ക് ക്യാമറ വരുന്നത് 4 ക്യാമറയാണ്. ഇതിൻ്റെ മെയിൻ സെൻസർ 108 മെഗാ പിക്സലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, സാംസങ്ങിൻ്റെ സെൻസറാണ് ഇതിൻ്റെ 108 മെഗാ പിക്സൽ ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലൊരു ഡ്യുവൽ കളർ LED ഫ്ലാഷും ഉണ്ട്. ക്യാമറ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് MI 10i നമുക്ക് തരുന്നത്. നമുക്കിതിലെ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിലോട്ട് വരികയാണെങ്കിൽ 4K സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് ഫുൾ HDയിലാണെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. HD സൈസിലാണെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ. ഡ്യുവൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. അതായത് ഒരേ സമയം തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം ഓൺ ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഈ വ്ളോഗേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫീച്ചറാണത്. പിന്നെ ഇതിൻ്റെ മറ്റ് ടെക്നിക്കൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു സ്നാപ്ഡ്രാഗൺ 750G പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നല്ല ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസും മറ്റെല്ലാ യൂസിനും ഒരു തരത്തിലും ഒരു ലാഗ് ഫീൽ ചെയ്യില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എക്സ്പാൻഡബിൾ മെമ്മറി 512GB വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ USB Type-C ആണ്. സൗണ്ട് ഔട്ട്പുട്ട് സൗണ്ട് ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയാണ്. ഇതിന് സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു 3.5mm ഓഡിയോ ഔട്ട്പുട്ട് സോക്കറ്റും ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ OS ആൻഡ്രോയിഡ് 10 ആണ്. 4820 mAh ലിഥിയം പോളിമർ ടൈപ്പ് ബാറ്ററിയാണ് ഇതിനുള്ളത്. ഒരു മികച്ച ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി 58 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി 100% ഫുള്ളായി ചാർജ് ചെയ്യും. ഇത് യൂസ് ചെയ്ത ആൾക്കാരുടെയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ ഒരു നല്ല ഫോൺ തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന പണത്തിന് 100% മൂല്യം കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണ് MI 10i. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.